റെജി ജോസഫ് ഇന്നിപ്പോൾ രാവിലെ എം വി ഗോവിന്ദൻ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ താങ്കളിലേക്ക് എത്തിയത് അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ. ഇതൊരു ഗൂഢാലോചന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെ കുറിച്ചാണ്. താങ്കളാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, സ്ഥാനാർത്ഥിയുടെ ഉറ്റ അനുയായിയാണ് എന്ന് പറയുകയാണ്. അദ്ദേഹത്തിന് എന്താണ് ഈ വിഷയത്തിലൊക്കെയുള്ള പങ്ക് എന്നത് അന്വേഷിക്കണം, ഫോൺ കോൾ റെക്കോർഡ്സ് ഉൾപ്പെടെ പരിശോധിക്കണം എന്ന് പറയുകയാണ്. താങ്കളുടെ പ്രതികരണം എന്താണ്? എനിക്ക് അതിനു മുമ്പ് ഈ റെജി ലൂക്കോസ് പറഞ്ഞൊരു കാര്യത്തെക്കുറിച്ച് ശരിക്കും മറുപടി പറയാതെ പോകാൻ കഴിയില്ല. കാരണം റെജി ലൂക്കോസിൻ്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധി വന്നിട്ട് ആ ഒരു ചാനൽ ചർച്ചയിലേക്ക് ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയുമ്പോൾ അത് കേരള സമൂഹം വിലയിരുത്തട്ടെ എന്നാണ് എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത്. അദ്ദേഹം പറഞ്ഞു വൈസ് പ്രസിഡന്റ് രാജിവെക്കണം എന്ന് പറഞ്ഞു. ഇപ്പോൾ വഴിക്കടലുണ്ടായിട്ടുള്ള ഈ ദുരന്തത്തിന് വൈസ് പ്രസിഡന്റാണ് കാരണം, ഉത്തരവാദി എന്നാണ് അവർ പറയുന്നത്. ഇത്ര ബാലിശവും എത്ര അപലപനീയവുമായ ഒരു പ്രസ്താവനയായിട്ട് അതിനെ കാണാൻ കഴിയുക. പിന്നെ റെജി ലൂക്കോസ് പറയുമ്പോൾ രാജിവെക്കാൻ വേണ്ടിയിട്ടാണോ ഈ വഴിക്കടവിലെ വെള്ളക്കെട്ടിലെ ജനങ്ങൾ എന്നെ തിരഞ്ഞെടുത്ത് വഴിക്കടവിൽ എന്നെ വൈസ് പ്രസിഡന്റ് ആക്കിയിരിക്കുന്നത്? രാജിവെക്കാൻ അദ്ദേഹം പറയുന്നത് വനം വകുപ്പ് മന്ത്രിയോടാണ്. കേരള സമൂഹം ആവശ്യപ്പെട്ടില്ല. കഴിഞ്ഞ ദിവസം ഇവിടെ ഇ.പി. ജയരാജൻ്റെ ഒരു കർഷകരുടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിലെ ഒരു ജാഥ കടന്നുപോയില്ലേ? സഖാവ് ഇ.പി. ജയരാജൻ വനം വകുപ്പ് മന്ത്രിയെക്കുറിച്ച് പറഞ്ഞതെന്താ? പിന്നെ ഞാൻ അതിൽ കൂടുതൽ എന്തെങ്കിലും പ്രതികരിക്കണോ? അപ്പോൾ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ പറഞ്ഞു. ഞാൻ പ്രതിയുടെ പേര് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ വിശേഷിച്ച് പ്രതിയുടെ പേര് പറയണോ? അദ്ദേഹത്തിൻ്റെ പേര് വിനീഷ് എന്നല്ലേ, ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ, ചാനൽ ചർച്ചകൾ വന്നതല്ലേ, പ്രതി തന്നെ കുറ്റം ചെയ്തിട്ടുള്ളതല്ലേ. അതിലെന്താണ് വൈസ് പ്രസിഡന്റ് റോള്? അതിലെന്താണ് ആര്യാടൻ ഷൗക്കത്തിൻ്റെ റോള്? ഇത് നമ്മൾ കേരള സമൂഹത്തിൽ തന്നെ ഇരുന്നാണോ ഇവർ ചർച്ച ചെയ്യുന്നത്? എനിക്ക് വളരെ ഒരു ദാരുണമായ ഒരു എനിക്കിത് മറുപടി പറയാതിരിക്കാൻ എങ്ങനെ പോകാൻ കഴിയുക? ഇത് കോൺഗ്രസുമായി പ്രതിക്ക് യാതൊരു ബന്ധവുമില്ല. പോലീസ് അവരുടെ കയ്യിലല്ലേ, ക്രൈംബ്രാഞ്ച് അവരുടെ കയ്യിലല്ലേ, വിജിലൻസ് അവരുടെ കയ്യിലല്ലേ, ആഭ്യന്തര വകുപ്പ് പിണറായി വിജയനല്ലേ കൈകാര്യം ചെയ്യുന്നത്. അന്വേഷിച്ചിട്ട് അതിൽ എന്തെങ്കിലും ഒരു സംശയത്തിൻ്റെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഈ പണി നിർത്തി ഞങ്ങൾ വേറെ പഠിക്കുവാൻ തയ്യാറാണ്. ഇവിടെ എം പി ഗോവിന്ദൻ സാറ് സഖാവ് എം പി ഗോവിന്ദൻ പറഞ്ഞതിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു. ഞാൻ അത്ഭുതപ്പെട്ടു പോവാം. വനം വകുപ്പ് മന്ത്രിയുടെയും എം പി ഗോവിന്ദൻ്റെയൊക്കെ പ്രസ്താവന. ഒരു ദുരന്തമുണ്ടായ മുഖത്ത് ഇവർ ഇത്തരത്തിൽ മരണത്തെ പോലും രാഷ്ട്രീയവൽക്കരിക്കുന്ന, അത് CPM എന്നും എടുത്തിട്ടുള്ള നിലപാടല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 2016 തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ നരുവാലമുണ്ടയിൽ മാത്യു എന്ന് പറഞ്ഞ കർഷകൻ ഈ ഷോക്കേറ്റ് ആത്മഹത്യ ചെയ്തപ്പോൾ അവരതിനെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിച്ചു. അപ്പോൾ അവരെ സംബന്ധിച്ച് താങ്കളിലേക്ക് എത്തിയത് എന്നുള്ളതാണ് എന്റെ സംശയം. സമീപനവും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് അടുത്ത അനുയായിയാണ്, അതിലേക്ക് വരികയാണ്. അത് എങ്ങനെയാന്ന് കൂടി ആ ഗൂഢോല ഞാൻ ഷൗക്കത്തിന്റെ അനുയായി തന്നെയാണല്ലോ. സ്വാഭാവികമായിട്ടും ഞാനൊരു കോൺഗ്രസിന്റെ പ്രതിനിധിയാണ് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ളത്. ഇതൊരു UDF സംവിധാനം. വൈസ് പ്രസിഡന്റ് എന്ത് ഗൂഢാലോചന നടത്തിയെന്ന് ഇവർ പറയട്ടെ, ആഭ്യന്തര വകുപ്പ് പരിശോധിക്കട്ടെ. വകുപ്പ് ഇവരുടെ കയ്യിലാണല്ലോ. ചാനലുകളുടെ മുമ്പിലിരുന്ന് ഉത്തരം മുട്ടുമ്പോൾ ഇത് ആരുടെയെങ്കിലും തലയിലിട്ട് രക്ഷപ്പെടുന്നതിന് വേണ്ടി പഴിചാരിട്ട് കാര്യമുണ്ടോ എന്ന് ഞാനൊരു ലളിതമായൊരു കാര്യം ചോദിക്കട്ടെ. ഒരു വൈസ് പ്രസിഡന്റ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അവിടെ 5 കുട്ടികളെ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മീൻ പിടിക്കാൻ വേണ്ടി പറഞ്ഞു വിടുന്നു. എന്നിട്ട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇത്തരത്തിലുള്ള ഒരു അപകടക്കെണി അവിടെ ഒരുക്കുന്നു. ആ കെണിയിൽപ്പെട്ട് കുട്ടിക്ക് ഷോക്കേറ്റു, കുട്ടി മരിക്കുന്നു. ഇതാണ് ഇവർ ഉദ്ദേശിച്ചത്? എവിടെ ഇരുന്ന ഇവർ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്? ഇവരാരോടാണ് ഈ ഇത്തരത്തിലുള്ള മറുപടികൾ പറയുന്നത്? എത്ര നിരുത്തരവാദം, എത്ര ഹീനമായ, എത്ര നിന്ദ്യമായ ഒരു മനസാക്ഷിയുള്ള ഒരു മനുഷ്യന് ഇത്തരത്തിൽ ചിന്തിക്കാൻ കഴിയുമോ? ആലോചിച്ച് നോക്കൂ. ഇവരെന്താ ചെയ്യുന്നത്? ഇവർ മരണത്തിന്റെ വ്യാപാരികളായി മാറുന്ന ഒരു സാഹചര്യമല്ലേ? ഇത്തരം ആളുകളെ, സാധാരണക്കാരനെ, കർഷകനെ, ഇന്നൊരു പിഞ്ചു കുട്ടിയെ അവരുടെ അനാസ്ഥ മൂലം മരണത്തിലേക്ക് തള്ളിവിട്ടിട്ട് അത്തരം സാഹചര്യങ്ങൾ സൃഷ്ടിച്ചിട്ട് അതിന് ഒരു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ് ഉത്തരവാദി എന്ന് പറയുന്ന അത്യന്തം മോശമായ ഒരു നിലവാരത്തിലേക്ക് തരം താഴാൻ പാടുണ്ടോ? പങ്ക് അന്വേഷിക്കണം എന്നാണ് ഇപ്പോൾ CPIM ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇവിടെ മാധ്യമ പ്രവർത്തകരോട് നിങ്ങൾ ഫോൺ കോൾ റെക്കോർഡ്സ് ഉൾപ്പെടെ പരിശോധിക്കണം എന്നൊരു ആവശ്യമാണ് CPIM മുന്നോട്ട് വെക്കുന്നത്. പങ്ക് അന്വേഷിക്കണം, ഫോൺ കോൾ റെക്കോർഡ്സ് പരിശോധിക്കണം. ഈ പ്രതി ഫോൺ കോൾ റെക്കോർഡുകൾ പരിശോധിക്കട്ടെ. ഞാൻ എൻ്റെ ഫോൺ കൈമാറാൻ തയ്യാറാണല്ലോ. ഈ പ്രതിയെ പിടിച്ചിട്ടുണ്ടല്ലോ. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ പ്രതിക്ക് ഒറ്റയ്ക്ക് കൃത്യം ചെയ്യാൻ കഴിയില്ല.
ഇത് നിങ്ങൾ ആലോചിക്കണം. 8:45 9 മണിക്ക് ഇടയ്ക്കാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ഞാൻ ഈ വിഷയം അറിഞ്ഞപ്പോൾ അപ്പോൾ തന്നെ KSEBയുടെ അസിസ്റ്റന്റ് എഞ്ചിനീയറോട് ഞാൻ വിഷയം പറഞ്ഞു. അദ്ദേഹം സ്ഥലത്ത് പോയിട്ട് എന്നോട് പറഞ്ഞു, സ്ഥലം പരിശോധിച്ചിട്ട് പറഞ്ഞു, ഇതൊരു കേബിളിൽ തോട്ടി കുടുക്കി, ആ കേബിൾ നിങ്ങൾ റിപ്പോർട്ടർമാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും, ഒരു തോട്ടിയിൽ അദ്ദേഹം ഈ കേബിൾ ഈ പറയുന്ന പ്രതി അല്ലെങ്കിൽ ഈ സംഘം കേബിൾ കുടുക്കി അവിടെയുള്ള ഈ വയർ വലിച്ചു കെട്ടി. തീർച്ചയായിട്ടും പ്രതികൾ ഒരാൾക്ക് ഇത് ചെയ്യാൻ കഴിയില്ല. ഒരു 50 കിലോ മുതൽ 1.5 കിണ്ടൽ വരെയുള്ള കാട്ടുപന്നികൾ അതിൽ പെടുക. ഒരു പ്രതിക്ക് ഒരുപക്ഷെ ഒറ്റയ്ക്ക് ഇത് വീഴിക്കാൻ പറ്റും ചുരുങ്ങിയ സമയം കൊണ്ട്. ഇത് 8:45 നമ്മൾ മനസ്സിലാക്കണം, അർദ്ധരാത്രിക്കല്ല. 8:45 ചെയ്യുമ്പോൾ ഒരു ഏകദേശം 1 മണിക്കൂർ സമയമെങ്കിലും ഈ പ്രതി ഇത് എടുത്തിട്ടുണ്ടാവും എന്ന് നമ്മൾ അനുമാനിക്കണം. കാരണം അദ്ദേഹം ഇത് ചെയ്ത് ഏകദേശം 350-400 മീറ്ററോളം അവിടെ കുറ്റികൾ തറികൾ നാട്ടി അത് വെള്ളത്തിൽ ടച്ച് ചെയ്യാതെ ഈ വയർ വലിച്ചിരിക്കുകയാണ്. ഈ വയറിലാണ് ഈ കുട്ടികൾ തട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ കഴിയില്ല. ഇനി പന്നി വീണ് കഴിഞ്ഞാൽ തന്നെ, അപ്പോൾ ഇവർ ഒറ്റ പന്നിക്ക് വേണ്ടിയിട്ടല്ല, ഇവർ ഒന്നിലേറെ പന്നികൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് വളരെ വ്യക്തമാണ്. നിങ്ങളുടെ റിപ്പോർട്ടർമാർ ആ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ടല്ലോ, അവർക്കത് മനസ്സിലാവും. അപ്പോൾ ഈ പന്നിയെ ഈ കശാപ്പ് ചെയ്ത് ഈ പറയുന്ന ആളുകൾ വഴി വിറ്റഴിക്കണമെങ്കിൽ അത് ഒരാളല്ല, ഇതിലൊരു സംഘം, ഒരു ഞങ്ങൾ പറയുന്നത് അദ്ദേഹത്തിന് കോൺഗ്രസുമായിട്ട് യാതൊരു ബന്ധമില്ല. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് വിജയൻ എന്നാണ്, നമ്പിയാടൻ വിജയൻ എന്നാണ്. അവരൊക്കെ സ്വാഭാവികമായിട്ട് ഒരു LDF CPM-ന്റെ കുടുംബ പശ്ചാത്തലമുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ പിതാവൊക്കെ. ഈ പറയുന്ന വ്യക്തിക്ക് ഏതെങ്കിലും രാഷ്ട്രീയമായി ബന്ധമുണ്ടോ എന്ന് എനിക്കൊരു ചാനൽ ചർച്ചയിൽ വെറുതെ ആരോപിക്കാൻ കഴിയില്ല. എനിക്ക് ഇവിടെ ആരോപിക്കാം അദ്ദേഹം CPM ബാന്ധമുള്ള ആളാണെന്ന്. എനിക്ക് അതിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് അറിയില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ പിതാവിനെ എനിക്കറിയാം. എൻ്റെ സുഹൃത്തല്ല, എൻ്റെ സുഹൃത്ത് എങ്ങനെയാവും? എനിക്ക് ഈ പ്രതിയുമായിട്ട് യാതൊരു ഒരു ബന്ധവുമില്ല. ഈ റെജി ലൂക്കോസൊക്കെ ഈ വഴിക്കടവിൻ്റെ പശ്ചാത്തലം അറിയാതെ, ഈ പ്രദേശത്തെക്കുറിച്ച് അറിയാതെ, ഈ ആളുകളെക്കുറിച്ച് അറിയാതെ, കേട്ടുകേഴ്വിയുടെ പേരിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചാനൽ ചർച്ചയിൽ നിന്ന് വിളിച്ചു പറയുന്നത് ഭൂഷണമാണെന്ന് അദ്ദേഹം തന്നെ തീരുമാനിക്കണം. മാത്രമല്ല ഇപ്പോ ഈ വിനീഷ് ഇന്നലെ ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഈ കുട്ടികളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല. അയാൾ വീട്ടിലേക്ക് ഫോൺ വിളിച്ച് അയാളുടെ വസ്ത്രങ്ങളുമൊക്കെ എത്തിക്കാൻ ശ്രമിക്കുന്നു. അതിനുശേഷം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുന്നു. പിന്നീട് അയാൾ ഒളിവിലിരിക്കുന്നു. വീട്ടിലേക്ക് പിന്നീട് എത്തുന്ന സമയത്ത് പോലീസ് പിന്തുടർന്ന് കുറച്ച് കഷ്ടപ്പെട്ടൊക്കെയാണ് അയാളെ പിടികൂടിയത് എന്നൊക്കെയാണ് പോലീസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഈ MV ഗോവിന്ദൻ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം, ഇത് പഞ്ചായത്തിന്റെ അറിവോടെയാണോ ഇത്തരത്തിൽ ഈ കെണി സ്ഥാപിച്ചിട്ടുള്ളതെന്ന്? കാരണം അതിൽ ഈ സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ചില ഉപകരണങ്ങൾ, കമ്പി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അത് 24-ന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് അത് കൂടി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ആ ദൃശ്യങ്ങൾ കണ്ടില്ലേ എന്ന്. ഇതൊക്കെ പഞ്ചായത്തിന്റെ അറിവില്ലാതെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു കെണി സ്ഥാപിക്കാൻ കഴിയുക എന്ന ചോദ്യം MV ഗോവിന്ദൻ ഉന്നയിക്കുന്നുണ്ട്. അതിനുള്ള മറുപടി വളരെ ഇതൊന്നും മറുപടി അർഹിക്കുന്ന ചോദ്യമല്ല. പഞ്ചായത്ത് പിന്നെ ഈ പന്നിവേട്ടക്കാർക്ക് കമ്പി വാങ്ങി കൊടുക്കുന്ന പദ്ധതിയാണോ പഞ്ചായത്തിന്റെ കയ്യിലുള്ളത്? വഴിക്കടവ് പഞ്ചായത്ത് ചെയ്യുന്നത് പാവപ്പെട്ട കർഷകരെ കൃഷി ചെയ്യുന്നത് അവരെ സംരക്ഷിക്കാൻ, പന്നികളെ പിടിക്കുന്നതിന് വേണ്ടി ഫെൻസിങ് ഇടാൻ വേണ്ടി പഞ്ചായത്ത് ഫണ്ട് നീക്കി വെക്കുന്നുണ്ട്. അല്ലാതെ എനിക്കറിയത്തില്ല കേരളത്തിൽ CPM ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ പന്നിവേട്ടക്കാർക്ക് പിന്നെ ഇത്ര കെണി ഒരുക്കാൻ വേണ്ടി കമ്പി വാങ്ങി കൊടുക്കാൻ വേണ്ടി പദ്ധതി വെക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. വഴിക്കടവ് പഞ്ചായത്തിൽ അങ്ങനെ കേരളത്തിലൊരു പഞ്ചായത്തിൽ ഉണ്ടായെന്ന് എനിക്കറിയില്ല. എത്ര അസംബന്ധമാണ് വിളിച്ചു പറയുന്നത്.